ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ സ്ഥിരം പരിപാടികളായ കുക്കിംഗ് ബേക്കിംഗ് ഒന്നുമില്ല, വ്ളോഗ് ഒന്നുമില്ല. ഇന്ന് എന്നെ പോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കുള്ള ചെറിയൊരു ബിസിനസ് പരിപാടിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ വെച്ചാൽ ഞാൻ ചെയ്ത് റിസൾട്ട് വന്ന കാര്യങ്ങൾ കേട്ടോ. എവിടുന്നേലും കേട്ടറിവേറ്റ് വന്നതല്ല, പ്രവർത്തിച്ച് അതിൽ റിസൾട്ട് വിജയം വന്ന കാര്യമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ നിൽക്കുന്നത്. ഇത് മെയിനായിട്ട് ഞാൻ ഷെയർ ചെയ്യാനുള്ള കാരണം, ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്നൊക്കെ ഒരുപാട് പേര് നമ്മുടെ റിലേറ്റീവ്സിൽ നിന്ന് പല ലേഡീസും എന്നെ പോലെ നമ്മളെ പോലെ വീട്ടിലിരിക്കുന്ന ഒരു പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, എന്തെങ്കിലും ബിസിനസ്സിന് വെറുതെ ഇരിക്കുന്ന മടുത്ത് കുട്ടികൾ രാവിലെ സ്കൂളിൽ പോയാൽ വെറുതെ ഇരിക്കണം, ചുമ്മാ ഇരിക്കണം, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കും. അപ്പോൾ എനിക്കറിയണ ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞെടുക്കും. പക്ഷേ ഞാൻ ചെയ്യണ മാതിരി അവർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാൻ ചെയ്യണ മാതിരി ചെയ്യാൻ പറ്റുന്നവരും അതിനെക്കാട്ടി കൂടുതൽ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാവും. പലർക്കും പല മൈൻഡല്ല. അപ്പോൾ ഞാൻ ഏതായാലും അതൊന്നും നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എന്താ കുറച്ച് ബോൾസ് കൊടുത്ത് വെച്ചിരിക്കുന്നില്ല. ഇതിപ്പോൾ നമ്മളെ കേക്കിലൊക്കെ ഇപ്പോൾ ട്രെൻഡായ ഒരു കാര്യമാണ്. കേക്ക് ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാം ഇതെന്താ സംഭവം എന്നുള്ളത്. കുറേ ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഞാനിപ്പോൾ ചെറിയൊരു ബോക്സ് ഇവിടെ കൊടുത്ത് വെച്ചിരുന്നുള്ളൂ. പല കളേഴ്സിലും ഞാൻ ഈ പ്രൊഡക്റ്റ് കാണാൻ വേണ്ടി കൊടുത്തു വെച്ചല്ല, പല കളേഴ്സിലും. ഇതിപ്പോൾ ഇന്ന് വന്ന സാധനം, കൊറിയർ വന്ന സാധനമാണ്. അതുകൊണ്ട് ഇവിടെ ഇതിൽ ഏതായാലും വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാ. ഇത് മാത്രമല്ല, ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങാമെന്നാണ്. അപ്പോൾ ഞാൻ ഒരു ഓൺലൈനായിട്ട് ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളം കേട്ടോ. നമ്മൾ കൊറോണ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ കേക്ക് ബേസ് ചെയ്ത് നമുക്ക് കേക്കിനെ പറ്റി ഏകദേശം ഒരു അറിയാലോ, കംപ്ലീറ്റ് ആയിട്ട് അറിയുമെന്ന് ഞാൻ പറഞ്ഞില്ല, ഏകദേശമൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം വരുന്നത് അത് കണ്ടാലും നമുക്ക് ഒരാൾ പറഞ്ഞതിൻ്റെ കാര്യമില്ല, നമുക്ക് അറിയുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും കേക്ക് ഉണ്ടാക്കി തുടങ്ങിയ സമയത്ത് തന്നെ കേക്കിൻ്റെ ക്ലാസ്സുകളൊക്കെ എടുത്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ക്ലാസ്സുകളൊക്കെ എടുത്ത് തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ചോദിക്കും, ഈ ഇതിനേതാ ഉപയോഗിക്കുന്നത്, ഏതാ നല്ലത്, ഓരോ കാര്യത്തിനും ഏതാ നല്ലതാണോ, അത് നല്ലതാണോ, ഇത് നല്ലതാണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഓക്കെ ഇത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ എനിക്കിങ്ങനെ തോന്നി, എന്തുകൊണ്ട് എനിക്ക് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് അവർക്ക് കൊടുത്തുവിടാമെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഓൺലൈനായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നവർക്ക് ഞാൻ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനൊക്കെ തുടങ്ങി. എന്നുവെച്ചാൽ കൊറിയർ റെയിലാണ് കേട്ടോ. വീട്ടിൽ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൊറിയർ ചെയ്ത് കൊടുക്കാറാണ്. സാധനം പോലെ അഡ്രസ്സ് തരും, പേയ്മെൻറ്റ് ചെയ്യും, അത് പ്രകാരം അവർക്ക് എന്താ വേണ്ടത് വെച്ചാൽ അയച്ചു കൊടുക്കും. അപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞാൽ അവർ പറയൽ ഒരു കേക്ക് ഉണ്ടാക്കാൻ ഒരു ബേസ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, കേക്ക് ഉണ്ടാക്കാൻ ആദ്യം കുറച്ച് നോസിൽസ്, ഹിപ്പിംഗ് ബാഗ്, പിന്നെ ടേൺ ടേബിള്, സ്പാച്ചുല, ഐസിങ് ഇത് ഷുഗേഴ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മതിയല്ലോ. അപ്പോൾ ഒരു ഏകദേശം ബഡ്ജറ്റ് അവർക്ക് അത് എത്തിച്ചു കൊടുക്കും. അപ്പോൾ ആദ്യം ഞാനിവിടെ ഞങ്ങളുടെ മലപ്പുറം ഭയങ്കരമാണ്. അപ്പോൾ തിരൂരുണ്ട് ഹോൾസെയിൽ ഷോപ്പുകളൊക്കെ, അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് കൊടുക്കലേന് ആദ്യമൊക്കെ. അപ്പോൾ അതിൽ നമുക്ക് വലിയ ലാഭമൊന്നുമില്ല, കാരണം തിരൂർ ഹോൾസെയിൽ മാർക്കറ്റൊക്കെ തന്നെയാണ്, പക്ഷേ ഒരു കുറഞ്ഞ ലാഭമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ നമുക്ക് കസ്റ്റമർ ഈ സ്റ്റുഡൻസ് മാത്രമല്ല, പുറത്തുനിന്ന് വേറെയും കസ്റ്റമർ ഇവർ പറഞ്ഞിട്ട് വേറെയുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി, സാധനങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് വരൽ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് അത് കൊറോണ സമയമാണ്. കൊറോണ സമയത്ത് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളുമായി കോൺടാക്ട് ചെയ്യുന്നതും ചോദിക്കുന്നതൊക്കെ കേട്ടോ, പുറത്തുള്ള കസ്റ്റമർ. അങ്ങനെ അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി നമ്മൾ കുറച്ച് കൂടുതൽ സാധനം ഇറക്കിയാലോ എന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നമ്മൾ തിരുവനന്തപുരം നിന്ന് പോയിട്ടെടുക്കണ കാട്ടി നമുക്ക് പുറത്തുനിന്ന് ഇറക്കാമെന്ന് പറഞ്ഞു. പുറത്ത് ഹോൾസെയിൽ മാർക്കറ്റുകളുണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് ഇറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എങ്ങനെ നമുക്ക് അവിടെ പോയി എടുക്കുക എന്നുള്ള റിസ്ക്കുള്ള കാര്യമില്ല, 1-2 ദിവസത്തെ മെനക്കെട്ട പരിപാടിയാണ് അതൊക്കെ. കുട്ടികളൊക്കെ ഉണ്ട്, ചെറിയ മക്കളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ മുപ്പര് പറഞ്ഞു, അതിനല്ല നമ്മൾ സോഷ്യൽ മീഡിയാസ്, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ചുമ്മാ റീൽസും ഷോർട്സും കണ്ടിരിക്കാതെ അതൊക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ അതിലൊക്കെ ഞാൻ തപ്പി നോക്കിയപ്പോൾ ഒരുപാട് ഹോൾസെയിലിൻ്റെ ഷോപ്പുകളുണ്ട് ഇതിൽ ഫേസ്ബുക്കിലൊക്കെ. അപ്പോൾ അവർ ഹിന്ദിക്കാരാണ് അധികം, ഹിന്ദിക്കാർ. അപ്പോൾ എനിക്ക് അധികം ഭാഷകളൊന്നും അറിയില്ല, എന്നാലും അറിയുന്ന ഭാഷയൊക്കെ വെച്ചിട്ട് മൂപ്പരുടെ സഹായത്തോടു കൂടി ഞാൻ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഇറക്കി നോക്കാമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് അറിയില്ലല്ലോ ഇത് എങ്ങനെ ഒരു ഡീലിങ്സ് എന്നുള്ളത്. നമ്മളൊരു വിശ്വാസത്തിന് പുറത്തെടുക്കും, നമ്മൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം കുറച്ച് സാധനങ്ങൾ പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ട് ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ സാധനം നമ്മൾ പറഞ്ഞ പ്രകാരം അഡ്രസ്സ് പ്രകാരം നമ്മൾ സ്ഥലത്തെത്തും. അപ്പോൾ ആ പറഞ്ഞ പ്രകാരം ആ സാധനങ്ങളൊക്കെ എത്തി തുടങ്ങി. സാധനമൊക്കെ നല്ല സാധനം, ഒരു കുഴപ്പമില്ല. നമ്മളിവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങണം അതേ സാധനങ്ങൾ, ഒരു കുഴപ്പമില്ല. അപ്പോൾ പിന്നെ അത് നല്ലൊരു പരിപാടി തോന്നി. കാരണം ഇത്
ആ സമയത്ത് തന്നെ ആ കൊറോണ സമയത്താണ് നല്ല സെയിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സെയിൽസ് തന്നെ നമ്മൾ സാധനം ഇറക്കലും കഴിയലൊപ്പം ആവാനോ. അങ്ങനെ അപ്പോൾ അത് ഒന്നുകൂടി ഉഷാറാക്കി ഒരുപാട് സാധനങ്ങൾ ഇറക്കണം. അത് 1-2 കാർട്ടൂൺ ഇറക്കിയെടുത്ത് പിന്നെ 10-15 കാർട്ടൂണൊക്കെ ഇറക്കാൻ തുടങ്ങി. അതൊക്കെ അതേപോലെ വിറ്റുപോകും. പിന്നെ നമ്മൾ കൊറോണ ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമറായി, ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളായി. അന്നത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു, എത്ര ആളെ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഒരു 10ഓളം വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ആയി. ഒരുപാട് കസ്റ്റമറായി. മെയിനായിട്ട് എൻ്റെ കസ്റ്റമർ എപ്പോഴും പോകാതെ നിൽക്കുന്നത്, ഇപ്പോഴും ആ കസ്റ്റമർ എനിക്കിപ്പോഴും ഉണ്ട് കേട്ടോ. കുറേ പേരൊക്കെ പോയിട്ടുണ്ട്, എന്നാലും കുറേ 10,000 കസ്റ്റമർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പുതിയ പുതിയ കസ്റ്റമർ വന്നുകൊണ്ടിരിക്കണമുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് അവർക്കൊക്കെ ഇങ്ങനെയുള്ളൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ത് ചോദിച്ചാലും ഞാൻ ഈ പ്രൊഡക്റ്റിനെ പറ്റി ചോദിച്ചാൽ ക്ലിയറായിട്ട് അവരുടെ ഡൗട്ട് തീരോളം സംശയങ്ങൾ പറഞ്ഞു കൊടുക്കൂട്ടാം. കാരണം എനിക്കതിനെപ്പറ്റി അറിയണോണ്ട്. കാരണം അവർ നേരിട്ട് വന്നല്ല സാധനം എടുക്കുന്നത്, അവരെ കണ്ണുകൊണ്ട് കണ്ടിട്ടല്ല അവർ ഓൺലൈനിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നത്. നമ്മളെ കണ്ണുകളെ വിശ്വസിച്ചാണ് അവർ ആ സാധനം എടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ അവിടെ കാണുന്നത്, ഞാൻ എന്താണ് ആ പ്രൊഡക്റ്റിനെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്, അത് അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ നമ്മളുടെ ഒരു വിശ്വാസമാണ്, ആ വിശ്വാസത്തിന് പുറത്താണ് അവർ നമ്മളെ കയ്യിൽ നിന്ന് സാധനം എടുക്കുന്നതും. അവർ നമ്മളൊരു കാറ്റലോഗൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഓരോ സാധനങ്ങളും, അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇത് നല്ല വൃത്തിക്ക് നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കിയിട്ട് നല്ല വൃത്തിക്ക് ഫോട്ടോസ് എടുക്കും. ഫോട്ടോസ് എടുത്തിട്ട് കാറ്റലോഗിൽ ആഡ് ചെയ്യലാണ്. ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ആ ഗ്രൂപ്പുകളിലും അതേപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും, ഫേസ്ബുക്കിൽ നമുക്കൊരു പേജ് വേണം, ഇൻസ്റ്റാഗ്രാമിൽ പേജ് വേണം, അതൊക്കെ വേണം കേട്ടോ. അതിലൊക്കെ നമ്മൾ ഇതിൻ്റെ പരസ്യങ്ങൾ കൊടുക്കും, അവർ കാണും, നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യും. നമ്മൾ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ വാട്സപ്പ് കൂടി കേട്ടോ. വാട്സപ്പ് കൂടി എന്താ വേണ്ടത് വെച്ചാലൊക്കെ ടോട്ടൽ ചെയ്ത് കൊടുക്കും. കൊറിയർ ചാർജ് വാങ്ങിക്കൂട്ടാ. കൊറിയർ ചാർജ് അവരെന്നെ തരും. അവർക്ക് ലാഭമാണ്. കാരണം എങ്ങനെയായാലും അവർ വീട്ടിൽ നിന്ന് പുറത്ത് പോകുകയാണെങ്കിൽ എങ്ങനെയായാലും വണ്ടിക്ക് പൈസ കൊടുക്കേണ്ടി വരും, വണ്ടിയിലുള്ളവരാണെങ്കിൽ പെട്രോൾ അടിച്ച് പോകേണ്ടി വരും. ആ ഒരു പൈസ നമുക്ക് തരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കൊരു 50-60 രൂപ ഒക്കെ തന്നാൽ നമുക്ക് 1 kg വരെ വെയിറ്റില്ലെങ്കിൽ സാധനം എടുക്കാമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമുക്ക് കുറിയറിന് അങ്ങനെ പോകും. 1 kg വരെ കുറിയറിൽ നിന്ന് അവർ നമ്മൾ സാധനം എടുക്കും. ആ ഒരു പൈസ അതിൽ എക്സ്ട്രാ പൈസ ഞാൻ വാങ്ങിക്കുന്നില്ല. കൊറിയറിന് പിന്നെ അതിൽ ലാഭം ഞാൻ നോക്കുന്നില്ല. കൊറിയറിൽ കൊടുക്കാനുള്ള പൈസ മാത്രമേ കസ്റ്റമറിന് വാങ്ങുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക ഓൺലൈൻ ഷോപ്പ് നടത്തുന്നത്. ഇനി ഇത് നമുക്ക് കൂടുതൽ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ആമസോണ്, ഫ്ലിപ്കാർട്ട്, മീഷോ അങ്ങനെ ഒരുപാട് വേറെ ഇതുണ്ടല്ലോ ഓൺലൈനിൻ്റെ ഇതിനായിട്ട് നടത്തുന്ന ആൾക്കാർ. അവരുമായിട്ട് നമ്മളൊരു എഗ്രിമെൻ്റൊക്കെ വെച്ച് അക്കൗണ്ടൊക്കെ എടുത്താൽ നമുക്ക് എന്താ ചെയ്യുക, അതിലൂടെ കൂടുതൽ സാധനങ്ങൾ നമുക്ക് വിറ്റ് അതിനൊക്കെ നമുക്ക് ജി എസ് ടി നമ്പറൊക്കെ എടുക്കണം കേട്ടോ. കൂടുതൽ സാധനം വിൽക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്കൊരു റിസ്ക് നമുക്ക് ആ പ്രൊഡക്റ്റിന് പറ്റി നല്ല നമ്മൾ കസ്റ്റമർ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി നമ്മുടെ കയ്യിൽ വേണം. പിന്നെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ കസ്റ്റമർ കയ്യിലെത്തി പല സമയത്തല്ല ചില സമയങ്ങളിലൊക്കെ ചില സാധനങ്ങൾ എന്ത് ചെയ്യും, ഡാമേജ് ആയി പോകും. എന്ന് വെച്ചാൽ കൊറിയറിൽ അവരെ അശ്രദ്ധ കുറവ് കാരണം അവർ ഒന്നായിട്ട് സാധനം കൊണ്ടുപോകില്ലേ കാര്യം വലിയ വണ്ടിക്ക്. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് എന്ത് ചെയ്യും, ചില സാധനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പൊട്ടലോ കീറലോ സ്ക്രാച്ചൊക്കെ വന്നാൽ ആ പൈസ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചു കൊടുക്കും. ആ പ്രൊഡക്റ്റിൻ്റെ പൈസ അവർക്ക് ഞാൻ തിരിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ കസ്റ്റമർ പിന്നെ അങ്ങോട്ട് തെറ്റിപ്പോകുന്നില്ല. പിറ്റത്തെ പ്രാവശ്യം അവർ നമ്മളെ തന്നെ സാധനം എടുക്കാറുണ്ട്. ഇനിയിപ്പോൾ ആ പൈസ നമുക്ക് നഷ്ടം വന്നാൽ കസ്റ്റമർ നമ്മളെ കയ്യിൽ നിന്ന് പോയത്, അതാണ് നമ്മളെ മെയിൻ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കൊടുത്ത സാധനം കസ്റ്റമർക്ക് എന്തെങ്കിലും കാരണവശാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്കത് അവർ വിചാരിച്ച യൂസ് അതുകൊണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളോട് പറയും സാധനങ്ങൾ തിരിച്ചയച്ചോളി, നിങ്ങളെ പൈസ എന്തെന്നോളാം, അല്ലെങ്കിൽ ആ പൈസക്കുള്ള വേറെ സാധനം എന്തെങ്കിലും വേണമെങ്കിൽ സെലക്ട് ചെയ്തോളി, അത് അയച്ചുതരാമെന്ന്. അപ്പോൾ അതും ആ പ്രശ്നം അങ്ങനെ സോൾവ് ആക്കി കൊടുക്കും. അപ്പോൾ കസ്റ്റമർ നമ്മൾ ഒരിക്കലും വെറുപ്പിക്കരുത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, അത് കറക്റ്റ് ചെയ്യുക. ഓരോ നമുക്കും നഷ്ടമില്ല അവർക്കും നഷ്ടമില്ലാത്ത രീതിയിൽ അതാണ് സോൾവ് ചെയ്യുക. അല്ല വൺ സൈഡ് മാത്രം ചിന്തിക്കുക, 2 സൈഡ് നമ്മൾ ചിന്തിക്കണം. കാരണം അവർ നമ്മളെ വിശ്വസിച്ചാണ് സാധനം എടുക്കുന്നത് അല്ലേ. നമ്മൾ കണ്ണിലെന്താ കാണുന്നത് അത് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക അല്ലേ. ആ പറഞ്ഞു കൊടുത്ത ആൾ വെച്ചാണ് അവർ നമ്മൾ വിശ്വസിച്ച് സാധനം എടുക്കുന്നത്, പൈസ തരുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസം നമ്മൾ എപ്പോഴും നിലനിർത്തണം. അപ്പോൾ ഇതിൻ്റെ ഒരു 3/4 കസ്റ്റമർക്കും നമ്മളെ പറ്റിയൊരു കംപ്ലയിൻ്റ് ഉണ്ടല്ലേ, സ്ഥിരം എടുക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. പണ്ട് 2 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് ഉള്ള കസ്റ്റമേഴ്സൊക്കെ ഇപ്പോഴും ഒരുപാട് കസ്റ്റമർ ഇപ്പോഴും സ്ഥിരമായിട്ട് ഇപ്പോഴും പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിന് ശേഷം കുറേ പുതിയ ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്. അവരും കുഴപ്പമില്ലാത്ത രീതിയിൽ അവരുമായിട്ടും ഡീലിങ്സ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് രാവിലത്തെ ജോലികളൊക്കെ തീർത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുട്ടികളെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചാൽ പിന്നെ കുട്ടികൾ വരണേ വൈകുന്നേരമാകും. അതുവരെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഓരോ പരിപാടികൾ ഇതുപോലെ
പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് എടുക്കുക, കസ്റ്റമറെ ഡീൽ ചെയ്യുക, കൊറിയർ പാക്ക് ചെയ്യുക, അത് അയച്ചു കൊടുക്കുക. കൊറിയർ നമ്മൾ ഇവിടെ വെച്ചാൽ അങ്ങോട്ട് വരും, അവർ സാധനം കൊണ്ടുപോകും, നമ്മൾ റെഡിയാക്കി വെച്ചാൽ മതി. ഇവിടെ അവർക്ക് അതിനുള്ള പൈസയും കൊടുത്താൽ മതി, അവരത് കൊണ്ടുപോയി ഇവിടെ എത്തിക്കാനുള്ളടത്തൊക്കെ എത്തിച്ചു കൊടുത്തോളൂ കേട്ടോ. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ സാധനം ഇപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ട് ഇറക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പോയിട്ട് എടുക്കൊന്നും വേണ്ട, അത് ഓൺലൈനായിട്ട് സെലക്ട് ചെയ്താൽ അതും നമ്മൾ പറഞ്ഞ പ്രകാരം അഡ്രസ്സ് പ്രകാരം കൊടുക്കാൻ വെച്ചാൽ അവരെത്തിച്ചു. അത്രയേ ഉള്ളൂ ഇത്. പിന്നെ കുറച്ച് ഒരു നമുക്ക് എന്താ ചെയ്യാം, മൊബൈൽ സോഷ്യൽ മീഡിയസിലൊക്കെ നമുക്ക് ഒന്ന് ഡീൽ ചെയ്യാൻ അറിയണമെന്നേ ഉള്ളൂ. ഇതുമായിട്ട് നമ്മൾ ചുമ്മാ ഒരുപാട് എത്രയോ പേരുണ്ട് ചുമ്മാ ഇരുന്ന് കണ്ട് യൂട്യൂബും ഷോർട്സും ഇങ്ങനെ മറ്റുള്ള യൂട്യൂബും ഷോർട്സൊക്കെ കണ്ട് സമയം ഇങ്ങനെ വേസ്റ്റ് ആക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നുവെച്ചാൽ എന്തെങ്കിലും ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒന്നും ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഓക്കെ അത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെയ്യണം താല്പര്യമുള്ളവർ കുറച്ചൊന്ന് റിസ്ക് എടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയസിൽ ചുമ്മാ ഈ വീഡിയോസ് ഒന്നും കണ്ടിരിക്കുന്ന നേരം മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കി നിൽക്കാതെ അവരൊക്കെ ചെയ്തില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു മൈൻഡ്, ആ ഒരു കുറ്റബോധം എപ്പോഴും ഉണ്ടാവും ഒരുവിധം ആൾക്കാരെ മനസ്സിലാക്കുക. ആ ഒരു കുറ്റബോധം തീർക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണ ഒരു പ്രൊഡക്റ്റ് വേണം നിങ്ങൾ ചെയ്യാൻ. അറിയാത്ത എന്തെങ്കിലും ചെന്ന് ചാടരുത്, അത്രേ ഉള്ളൂ. എനിക്കിപ്പോൾ ഇതിനെപ്പറ്റി അറിയണോണ്ടാണ് ഞാൻ ഇതിലേക്ക് വിജയിക്കാൻ പറ്റിയത്. അറിയാത്തൊരു സാധനം എന്തെങ്കിലുമൊക്കെ ഇറക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വിൽക്കുക അങ്ങനെയൊന്നും ചെയ്യും. നമുക്ക് എന്ത് സാധനമാണെങ്കിലും സോഷ്യൽ മീഡിയസിൽ നല്ല ഡിമാൻഡാണ്. ഏത് സാധനങ്ങൾ വെക്കണം, പ്രത്യേകിച്ച് നല്ല മൂവുള്ള സാധനം ഡ്രസ്സുകൾ, ഈ കുർത്തീസ്, അതേമാതിരി കുട്ടികളുടെ ഡ്രസ്സ്. ഇപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്ന സ്ത്രീകൾ എത്രയോ സ്റ്റിച്ചിങ് അറിയുന്ന സ്ത്രീകളുണ്ട്. നല്ല കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ നല്ല ഭംഗിയിലൊക്കെ ചെയ്താൽ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും ഉടുപ്പുകൾ ചെയ്യണം. അതൊക്കെ നോക്കിയിട്ട് നല്ല ആദ്യം കുറഞ്ഞ ഒരു പൈസക്ക് കുറച്ച് തുണികളൊക്കെ നല്ല ഭംഗിയുള്ള തുണികളൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗിയിൽ ഫോട്ടോസ് എടുക്കണം. നമ്മൾ എങ്ങനെയെങ്കിലും കളമാറി മടക്കി വെച്ചാൽ ചുളിവൊക്കെ രീതിയിൽ ഫോട്ടോ എടുത്താലും ആരും വാങ്ങിക്കാൻ വരില്ല കേട്ടോ. നല്ല ചുളിവൊന്നുമില്ലാതെ നല്ല വൃത്തിക്ക് നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല വൃത്തിക്ക് കൊടുത്തിട്ട് നല്ലതുപോലെ ഫോട്ടോ എടുക്കണം. അതാണ് മെയിൻ, ഫോട്ടോ എടുക്കണം. നമ്മൾ സാധനം നന്നാവുമാണ് കേട്ടോ. സാധാരണ സാധനത്ത് നല്ലപോലെ ഫോട്ടോ എടുക്കാനല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ സാധനത്തിൻ്റെ ക്വാളിറ്റി ആ ഫോട്ടോയിൽ കാണിക്കണം, കസ്റ്റമർക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടണം. പിന്നെ കസ്റ്റമർ അത് സോഷ്യൽ മീഡിയസിൽ പരസ്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ വരും, ആൾക്കാർ വരും, അതിന് ചോദിച്ചുകൊണ്ട് വരും. ഡ്രസ്സാകുമ്പോൾ പ്രത്യേകിച്ച് ആൾക്കാർ വേറെ കളേഴ്സൊക്കെ ആൾക്കാർ ചോദിക്കില്ല. നമ്മൾ കാണിച്ച് കൊടുക്കുന്ന ഫോട്ടോസ് ആവില്ല അവർക്ക് വേണ്ടത്. അവർക്ക് വേറെ കളേഴ്സ്, വേറെ മെഷർമെൻറ്റ്, വേറെ അളവിൽ വേറെ ഉള്ള ആൾക്കാരാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റെഡി ആവണം. അവിടെ നമ്മൾ ഒന്ന് മാനസികമായിട്ട് റെഡി ആയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. അത് ഏതൊരു ജോലി നമ്മൾ ചെയ്യുമ്പോഴും ആദ്യം നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. പിന്നെ അതിങ്ങനെയാണ്ട് നമുക്കെന്താവും, അതൊരു നമ്മളൊരു ജീവിതത്തിൻ്റെ പാർട്ടായി, നമുക്കൊരു വിഷയമില്ലാത്ത കാര്യം. ആദ്യം ഈ ചില കസ്റ്റമർക്ക് തെറ്റിപ്പോകാൻ ചാൻസ് കിട്ടുക. അപ്പം മനസ്സിക്ക് വല്ലാത്തൊരു വിഷമയിക്കാരം. അതൊക്കെ പിന്നെ അതങ്ങനെ ഭയങ്കര വിഷമയിക്കാരം. പിന്നെ അതാണ് ശീലവും. കാരണം നമ്മൾ ഇവിടുന്ന് മെയിനായിട്ട് ഇങ്ങനത്തെ സാധനത്തിലൊന്നും കസ്റ്റമർക്ക് വലിയ പ്രശ്നമില്ല. നമ്മൾ ഈ ഡ്രസ്സിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങുന്ന സമയത്ത് കസ്റ്റമർ തെറ്റിപ്പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. കാരണം കസ്റ്റമർ വിചാരിച്ച സാധനമാവില്ല ആണ്ട് കയ്യിൽ എത്തുമ്പോൾ. കാരണം കളറിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. നമ്മൾ ക്യാമറയിൽ ഒരു കളറും കയ്യിൽ കിട്ടുമ്പോൾ വേറെ കളറൊക്കെ ആയിരിക്കണം. അപ്പോൾ ആദ്യം അതൊക്കെ കസ്റ്റമറോട് പറയണം, സംസാരിക്കണതിനെ പറ്റി. അപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കസ്റ്റമറെ നോക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് വീഡിയോസ് കൊണ്ടുപോകണില്ല. അപ്പോൾ എല്ലാവരെ കൊണ്ട് കഴിയണ മാതിരിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രൊഡക്റ്റുകൾ, ഇനി വീട്ടിൽ വല്ല അച്ചാറുണ്ടാക്കിയതാണെങ്കിലും ഓൺലൈനിൽ വാങ്ങാൻ ആൾക്കാരുണ്ട്. കാരണം വീട്ടിൽ അമ്മമാരും മകന്മാരും ഭാര്യമാരും ഇല്ലാത്ത ബാച്ചിലേഴ്സും അതേമാതിരി അച്ചാറിടാൻ മടിയുള്ള സ്ത്രീകളൊക്കെ ഉണ്ടാവും, അവരൊക്കെ വാങ്ങിക്കും. അതേപോലെ പ്രവാസികളുണ്ടാവും, അവർക്ക് പിന്നെ ഗൾഫിൽ കൊണ്ടുപോകാൻ ഈ മസാലപ്പൊടികൾ, അച്ചാറുകൾ, വെളിച്ചെണ്ണയൊക്കെ നമ്മൾ സാധാരണ നമ്മളിവിടെ കേരളത്തിൽ എല്ലാവരും വെളിച്ചെണ്ണ ആട്ടിയെടുക്കാറാണ് സാധാരണ. ഈ കൊണ്ടുപോകണവർക്ക് ഇതൊക്കെ ആവശ്യം. ടൗൺ ഏരിയയിലൊക്കെ ജീവിക്കുന്നവർക്ക് വെളിച്ചെണ്ണയൊക്കെ അതേമാതിരി പുറത്തുനിന്ന് ഓരോ കമ്പനി ബ്രാൻഡിലേക്ക് ഒരു വാങ്ങിക്കരുത്. ഇതേപോലെ ഈ നാടൻ വെളിച്ചെണ്ണയൊക്കെ ആവശ്യമുള്ളവരുണ്ടോ. അപ്പോൾ എന്താ നിങ്ങളുടെ കയ്യിൽ എന്ത് പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് കറക്റ്റ് അറിയണം. ആ പ്രൊഡക്റ്റ് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി പരസ്യം കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ടും പരസ്യം കൊടുക്കാം, പൈസ കൊടുത്തിട്ടും നമുക്ക് പരസ്യം കൊടുക്കാം. രണ്ട് രീതിയിലും പരസ്യം കൊടുക്കാം. ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അതിനുള്ള റിസൾട്ട് ഉണ്ടാവുള്ളൂ, പൈസ കൊടുക്കുമ്പോൾ അതിൻ്റെതായ റിസൾട്ടുകളും ഉണ്ടാവും, അത്രയേ ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വലിയ മുതൽ മുടക്കൊന്നുമില്ല. നമ്മൾ ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള ബിസിനസ്സുകളൊന്നുമില്ലല്ലോ, ചെറിയ പൈസ മുടക്കിയിട്ടുള്ള പരിപാടിയില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ലാഭം വന്ന് വരും ചെയ്യും. നമുക്ക് கொஞ்சம் റിസ്ക് ഒന്നുമില്ല, അതാണ് മെയിൻ. നമുക്കൊരു ബിസി ആയിക്കണം. നമ്മൾ ചുമ്മാ അങ്ങനെ ഇരുന്ന് മടുക്കണ്ട, നമ്മൾ മൈൻഡ് ഫുള്ള് ബിസി ആയിക്കാറ്. ഒരുപാട് പേരുമായിട്ട് നമുക്ക് നേരം വിളിത്താൽ വാട്സപ്പ് മുഖേന ഫേസ്ബുക്ക് മുഖേന സംസാരിക്കാൻ പറ്റും. പിന്നെ ഇവർ വരും എന്താ പറയുക, നമ്മൾ പെണ്ണുങ്ങളെ നമ്പറും ഫോട്ടോസൊക്കെ കാണുമ്പോൾ മറ്റേ ടീം വരും. നമ്മൾ എന്താ പറയുക, പൂവാരന്മാരി ഒരുപാട് പേര് ഗുഡ് മോർണിംഗ് പറയാനും ഗുഡ് ആഫ്റ്റർനൂൺ പറയാനും ഹലോ പറയാനും സുഖമാണോ ചോദിച്ചാൽ ഒക്കെ പറയാൻ വരും. അവരൊക്കെ ഡീൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം കേട്ടോ.
ആദ്യമൊക്കെ എനിക്കൊരു ഇതുണ്ടായിന്, അത് അങ്ങനെയൊക്കെ വരുമ്പോൾ മനസ്സിക്കൊരു വിഷമം ഉണ്ടായിന്, അങ്ങനെയൊക്കെ വരും. പക്ഷേ ഇപ്പോൾ ഒരു കുട്ടീൻ്റെ ഏലത്ത് വേലില്ല, അതിനുള്ള മറുപടി കറക്റ്റായിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. അതൊക്കെ പഠിച്ചു, അതൊക്കെ നമ്മൾ പഠിക്കും. ഓരോന്നിൽ നിന്ന് ഓരോ സ്റ്റേജിൽ നമ്മൾ പഠിക്കും. നമ്മൾ ഓരോരുത്തർ ഹലോ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈവൻ സാധനം എടുക്കാൻ വന്നതാണോ, അപ്പം നമ്മളെ സുഖവിവരം അറിയാൻ വന്നതാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് മറുപടി കൊടുത്താൽ മതി. അത് ചുമ്മാ ബ്ലോക്ക് ആക്കിയിട്ടാൽ മതി. അതിനുള്ള സൗകര്യങ്ങളൊക്കെ അതിലുണ്ട്. ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും വാട്സപ്പിലായാലും അങ്ങനെ ശല്യം നമുക്ക് അതിന് വരികയാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ ബ്ലോക്ക് ആക്കാനുള്ള സൗകര്യം അവർ തന്നിട്ടുണ്ട്, ആ സോഷ്യൽ മീഡിയാസ് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ചൂടാണോടത്ത് നമുക്ക് ചൂടാണെങ്കിൽ ചൂടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഒരുപാട് സമയക്കണം. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, നമുക്ക് അടുത്ത വീഡിയോ അത് വെച്ചിട്ട് നോക്കാം. ഒക്കെ ഒരു വീഡിയോ തന്നെ ഇങ്ങനെ ഒരുപാട് പോയാൽ പലർക്കും ബോറടിച്ചും. താല്പര്യമുള്ളവർ കേൾക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഇതിനെ പറ്റിയ എന്തെങ്കിലും ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അങ്ങനത്തെ ഒരു വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ പ്രൊഡക്റ്റൊക്കെ ആയിട്ട് വരട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കൽ മാത്രമല്ല നമ്മളെ ജോലി, കേക്കിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ജോലിയും കൂടി നമുക്കുണ്ട്. അപ്പോൾ കേക്കിൻ്റെ സാധനങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റൊക്കെ വരാം. ഞാൻ ഈ സാധനം ഒന്ന് പരിചയപ്പെടുത്തി തരാം. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഇത് എന്താ ഒരു പാക്കറ്റ് ഇതിൽ പൊട്ടിയതുണ്ടായിരുന്നു, അപ്പോൾ അതിനകത്തൊന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് സൈസുകളാണ് വരുന്നത്. വലുതുണ്ടാവും, അതിൻ്റെ നേരെ ചെറുതുണ്ട്, ഒരു കുഞ്ഞുണ്ട്, അതിന് 4 സൈസിലാണ് വരുന്നത്. അപ്പോൾ ഇത് വെയ്റ്റ്ലെസ് ആട്ടോ. അപ്പോൾ എല്ലാവർക്കും ചോദിക്കും, ഇതിനെ പറ്റുന്ന സംശയമാണെങ്കിൽ കസ്റ്റമർ ചോദിക്കൽ ഇത് പെയിൻ്റ് ആണോ, എഡിബിൾ ആണോ. എഡിബിൾ മീൻസ് കഴിക്കാൻ പറ്റിയ സാധനമാണ്. അത് കഴിക്കാൻ പറ്റിയ സാധനമൊന്നുമല്ല, എന്തോ ഒരു മെറ്റൽ കോട്ടിംഗ് ആണ്, പെയിൻറ്റും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കേക്കിൻ്റെ മുകളിൽ സൈഡിലൊക്കെ നമ്മൾ കുത്തി വെക്കാറാണ് സാധാരണ. ഇത് വെയിറ്റ് ഇല്ലാത്ത സംഭവമാണ്, അതുകൊണ്ട് നമുക്ക് സുഖമാണ് ഉപയോഗിക്കാൻ. കേക്ക് ഒന്ന് മറിഞ്ഞ് വീണ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുക്കട്ടോ. ഇതാ, ഇത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം, ഒരു പ്രശ്നം വരില്ല. മെറ്റൽ ഞാൻ പറഞ്ഞല്ലോ, എന്തോ മെറ്റൽ ഉള്ളു കൊള്ളണമൊന്നുമില്ല. പുറം ഭാഗത്ത് തന്നെ ഉള്ളൂ, അതിലൊരു പെയിൻറ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കമ്പുണ്ട്, അത് കേക്കിൽ ജസ്റ്റ് ആണ് കുത്തി വെച്ചാൽ നല്ല സുഖം. ഇതൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ നമ്മളൊക്കെ ചെയ്തിരുന്നത് ഫോണ്ടൻറ്റ് ഉരുട്ടിയിട്ട് വെക്കലേന്. അപ്പോൾ ഒരുപാട് പൈസ കൊടുത്ത് ഫോണ്ടൻറ്റ് വാങ്ങിക്കണം. അത് ഫോണ്ടൻറ്റിൻ്റെ പണി എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല, മെൽറ്റായി പോകും, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ. ഇങ്ങനത്തെ ഒക്കെ റെഡിമെയ്ഡ് ഇറങ്ങിയോണ്ട് നല്ല സുഖമാണ്. കേക്കൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഉണ്ടായതുകൊണ്ട്. ഇതിപ്പോൾ ഒരുവിധം ഒരുപാട് കളേഴ്സിൽ ഇറങ്ങുന്നുണ്ട്. ഇങ്ങനെ ഇത് മാത്രമല്ല, നല്ല ഷൈനിങ്ങുള്ള കളറിലൊക്കെ ഇറങ്ങുന്നുണ്ട്. അല്ല എന്താ പറയുക, മെറ്റാലിക് ടൈപ്പ് ആ ടൈപ്പുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇത് നല്ല പിങ്ക്, ഏറ്റവും ഡിമാൻഡുള്ളത് കേട്ടോ, ഗോൾഡാണ്. അപ്പോൾ ഗോൾഡ് കൂടുതൽ ഇറക്കും. മറ്റേ കളേഴ്സൊക്കെ കുറച്ച് ഇറക്കാറുള്ളൂ. കളേഴ്സ് കൊണ്ടുപോകുന്നവരുണ്ട്, പ്രശ്നമില്ല. പക്ഷേ ഗോൾഡ് എല്ലാവർക്കും എപ്പോഴും ആവശ്യം. ഗോൾഡ് നമുക്ക് നോർമലായിട്ട് എല്ലാ കേക്കിലും കൊണ്ടുപോയി വെക്കാമല്ലോ. കളേഴ്സ് ഇപ്പോൾ ബ്ലൂ വാങ്ങിയാൽ ബോയ്സിൻ്റെ ബർത്ത്ഡേ കേക്കിനൊക്കെ പറ്റുള്ളൂ, അങ്ങനത്തെ ബ്ലൂ തീമിൽ ചെയ്യുന്നത്. പിങ്ക് വാങ്ങിയാൽ പെൺകുട്ടികളെ എന്തെങ്കിലും തീം വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. ഗോൾഡ് ആകുമ്പോൾ എല്ലാറ്റിലും കൊണ്ടുപോയി 1, 2, 3, 4 കൊണ്ടുപോയി വെക്കാൻ നിറയെ വെക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ ഏതായാലും ഇത് നീട്ടിക്കൊണ്ടുപോകണില്ല. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും അറിയുന്ന പണികൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, വെറുതെ ഇരുന്ന് സമയം കളയണ്ട കേട്ടോ. കുറേ കഴിയുമ്പോൾ നമ്മളിങ്ങനെ വേഗം തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ നമ്മളൊന്നും ചെയ്തില്ലല്ലോ, അവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഓരോന്നൊക്കെ തോന്നും. നമുക്ക് കുറ്റബോധം മനസ്സിൽ തോന്നും. എനിക്കുണ്ടായിരുന്നു കേട്ടോ കുറ്റബോധം, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, പിന്നെ ഇങ്ങനെ കുട്ടികളെ കയറ്റി വെറുതെ ഇരിക്കണമല്ലോ, അങ്ങനെ തോന്നി എനിക്ക് എന്നെ തന്നെ പിടിച്ചാൽ കിട്ടാതായപ്പോഴാണ് ഞാൻ ഓരോന്ന് ഫേസ്ബുക്കിലൊക്കെ പരസ്യം കൊടുത്ത് എന്താ അറിയണ പണി അതാണ് ചെയ്തത്. ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല, വിജയിച്ചു. ആദ്യം കുറച്ച് റിസ്ക് ഉണ്ടാവും, എല്ലാ ജോലിക്കും ഉണ്ടാവും ഒരു റിസ്ക്. ആ ഒരു റിസ്ക് ഇതിനുണ്ടാവും. അതൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയണം. ഓക്കെ, താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിന് പ്രത്യേകിച്ച് ഇനി ഇതിനെപ്പറ്റി ഓൺലൈൻ ബിസിനസ്സിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിൽ പറയും. അപ്പോൾ അതിനെപ്പറ്റി അടുത്തൊരു വീഡിയോ നിങ്ങൾ തരുന്ന ഒരു എനർജിയാണ് പുതിയ വീഡിയോയിൽ ആ ഒരു ആവേശം വരുള്ളൂ. ഓക്കെ, താങ്ക് യു.